ഏർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. അതിൻ്റെ ടൈറ്റിൽ നോക്കിയേ, ജാൻവി. എഴുതിയത് ലത അഗ്രവാൾ. അവരുടെ കഹാനിയാണ് പാഠഭാഗം. കഹാനി എന്ന് വെച്ചാൽ സ്റ്റോറി, കഥയാണ് പാഠഭാഗം. ആദ്യം നമുക്ക് കവി പരിചയം നോക്കാം. നോക്കിയേ, ലത അഗ്രവാൾ. അവരുടെ ജനനം 1966 ആണ്, 1966. ജന്മസ്ഥാനം ഷോലാപൂർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഷോലാപൂർ എന്ന സ്ഥലമാണ്. പ്രമുഖ രചനായും പ്രമുഖമാർജിച്ച രചനകൾ സ്വാഭിമാനെ, മഹാതീർത്തെ, മംഗളാമുഖി എന്നിവ ആണ്. കാര്യക്ഷേത്രം ഏതൊക്കെയാ നോക്കിയ, കഹാനി, ലഘുകഥ, നിബന്ധ്. ലഘുകഥ എന്ന് വെച്ചാൽ ഷോർട്ട് സ്റ്റോറീസ്, നിബന്ധ്. അടുത്ത പുരസ്കാര സമ്മാനങ്ങൾ കിട്ടിയത് കമലേശ്വർ സ്മൃതി സമ്മാൻ, മാനസ്വി സമ്മാൻ എന്നിവയാണ് ലഭിച്ചത്. കവി പരിചയം വായിച്ചു വയ്ക്കണം കേട്ടോ. അടുത്ത നോക്കിയ സ്റ്റോറിയിലേക്ക് കിടക്കാം. ജാൻവി നോക്കിയിരിക്കാം, വായിക്കാം. യാത്രികൻ कृपया ध्यान दें, भोपाल जंक्शन से वाराणसी को जाने वाली ट्रेन कुछ ही समय में प्लेटफॉर्म नंबर 1 पर आ रही है. യാത്രികൻ എന്ന് വെച്ചാൽ യാത്രക്കാർ. ദയവായി, ധ്യാൻ എന്ന് വെച്ചാൽ ശ്രദ്ധ, ദയവായി ശ്രദ്ധിക്കുക. ഭോപ്പാൽ ജംഗ്ഷനിൽ നിന്നും വാരണസിയിലേക്ക് ജാനേവാലി പോകുന്ന ട്രെയിൻ കുറച്ച് സമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നുകൊണ്ടിരിക്കുന്നു. അതായത് വന്നെത്തും എന്നുള്ള അനൗൺസാണ് വന്നത്. അനൗൺസ്മെൻറ്റ് ഹോനയ്ക്ക് ബാദ് യാത്രിയോ മേ ആബാദാബി മച്ച് ഗെയ്. ആബാദാബി തിക്കും തിരക്കും. നോക്കിയേ, അനൗൺസ്മെൻറ്റ് വന്നതിന് ബാദ് ശേഷം യാത്രക്കാർ അവരുടെ തിക്കും തിരക്കും കൂട്ടി. 5 മിനിറ്റ് में ही खड़खड़ाती हुई ट्रेन अपनी रफ्तार से प्लाटफോം पर आकर लगी. 5 എന്ന് വെച്ചാൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു, ട്രെയിൻ അതിൻ്റെ കടകടാത്തി എന്ന ശബ്ദത്തോടെ റഫ്താർ വേഗത, പൂർണ്ണമായ വേഗത്തിൽ പ്ലാറ്റ്ഫോം നമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്ലാറ്റ്ഫോം നമ്പർ എത്രയിലേക്കാണെന്ന് ആദ്യം പറഞ്ഞ 1 അല്ലേ, അവിടേക്ക് ഇതേ വന്നു കഴിഞ്ഞു. മെയിം അപ്പന സാമാൻ സഹേജ് ട്രെയിൻ കെ അന്തർ ഹി ഹോ ലേ. ഞാനും എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട്, സഹേജ് എന്ന് വെച്ചാൽ അതുമെല്ലാം എടുത്തുകൊണ്ട് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ജയ്സെ ഹി അപ്പനി സീറ്റ് കെ പാസ് പഹുഞ്ചി. എങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സീറ്റിൻ്റെ അരികിലേക്ക് പഹുഞ്ചി എത്തി. സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ എൻ്റെ സീറ്റിൻ്റെ അരികിലേക്ക് എത്തി. ദേഖ ചെന്നപ്പോൾ കണ്ടു, ഏക്ക് ബുജുർഗ്. ബുജുർഗ് എന്ന് വെച്ചാൽ പ്രായം ചെന്ന സജ്ജനായിട്ടുള്ള, നല്ലവനായിട്ടുള്ള ഒരു വ്യക്തിയിലെ കിഴക്കിക്ക് പാസേ പഹലെ സെ ഹി ബൈഠ് ഹുയി ഹേ. കിഴക്കിയുടെ അരികിലെ നേരത്തെ തന്നെ ഇരുന്ന്. അദ്ദേഹം ചെന്നപ്പോഴേക്കും ഒരു പ്രായം ചെന്ന വ്യക്തി കിഴക്കിയുടെ അരികിലായി തന്നെ ഇരിക്കുന്നു. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഏ കിഴക്കിക്ക് പാസേ വാലി സീറ്റ് മേരി ഹേ. പറഞ്ഞു, ഞാൻ ഈ കിഴക്കിയുടെ അരികിലുള്ള സീറ്റ് എൻ്റേതാണെന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. ബുജുർഗ് ഥോ ലഗത്താ ഹേ കിസി ഗഹരെ ചിന്തൻ മേ ഖോയതേ. ആ ബുജുർഗെ, പ്രായം ചെന്ന ആൾ, എനിക്ക് തോന്നി ഏതോ ഗഹര എന്ന് വെച്ചാൽ ആഴമുള്ള, ആഴത്തിലുള്ള എന്തോ ചിന്തയിലായിരുന്നു അദ്ദേഹം എന്നെനിക്ക് തോന്നി. മേരാ ഇത്തന കഹത്തെ ഹി ജയ്സെ ചൗങ്ക് പടേ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഞെട്ടി. എന്ന് നോക്കി, അവരെ അപരാധ ഭാവസേ, കുറ്റക്കാരനെ, തെറ്റുകാരൻ അല്ലേ എന്ന ഭാവത്തിൽ, കുറ്റബോധത്തോടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു നോക്കി, സഹമത്ത് ഹുയെ. സഹമത്ത് എന്ന് വെച്ചാൽ യോജിക്കുക, ചട് പെട്ടെന്ന് അദ്ദേഹം ആ കുറ്റബോധം അയാൾക്കുണ്ടാകുകയും ആ ഭാവത്തിൽ പെട്ടെന്ന് അദ്ദേഹം കടേഹോ എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കുക, കടേഹോ പോലെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മാഫി ചാഗ്താഹും, ക്ഷമിച്ചാലും അല്ലേ, അറിയാതെ ഇരുന്ന് പോയതാണ്, ക്ഷമിച്ചാലും എന്ന്. വേ സീറ്റ് കെ ദൂസരെ ചോർ മേ ഏകദം കിനാരി പർ ജാ ബൈഠേ. അദ്ദേഹം സീറ്റിൻ്റെ മറ്റൊരു ചോർ എന്ന് വെച്ചാൽ ആഗ്രഹത്തിലെ ഏകദം പെട്ടെന്ന് അതിൻ്റെ അരികിലായി ചെന്ന് ഇരുന്നു. അങ്ങനെ ബുജുർഗ് അവിടേക്ക് ചെന്നിരിക്കുന്നു. ട്രെയിൻ ധീരെ ധീരെ റേങ്കിനെ ലഗി. ധീരെ ധീരെ, പതിയെ. ട്രെയിൻ എന്ത് ചെയ്തു, പതിയെ റേങ്കിന ഇഴയുക എന്നാണ്. ഇവിടെ പതിയെ നീങ്ങാൻ തുടങ്ങി. ട്രെയിൻ പതിയെ സ്റ്റാർട്ട് ചെയ്തു, പതിയെ ഇങ്ങനെ പോകുന്നു. നോക്കിയേ, मेरे ठीक सामने वाली सीट पर एक युवती आकर बैठी है. मेरे ठीक सामने, ഞാൻ ഇരുന്നതിൻ്റെ അരികിൽ തന്നെ, എതിർ സീറ്റിലായി എന്ത് ചെയ്ത, മേരെ ടീക്ക് സാമനെ വാലി സീറ്റ് എന്ന് വെച്ചാൽ എൻ്റെ അരികിലുള്ള സീറ്റിൽ തന്നെ ഒരു യുവതി വന്ന് ബൈഠിതി ഇരുന്നു. അപ്പോഴേക്കും മൻ കി തസ്ലി ഹുയി ഹേ.
അത് കണ്ടപ്പോഴേക്കും മനസ്സിന് എന്തുണ്ടായി? ഒരു തസ്സലി, ആശ്വാസം തോന്നി. അവരെ വന്നിരുന്നപ്പോഴേക്കും അയാൾക്കൊരാശ്വാസം തോന്നി. കാരണം മറ്റുള്ള ആൾക്കാരും ഇല്ല, ഒരു ബുജുർഗായിട്ടുള്ള ആൾ മാറിയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ലേഖികയ്ക്ക് ഒരാശ്വാസം തോന്നി. ഒരു യുവതി വന്ന് തൻ്റെ അരികിലേക്ക് ഇരിക്കുന്നു. ഓക്കെ, മൻ കോ തസ്ലി ഹുയി, കോയി നഹീൻ തോ മറ്റാരും ഇല്ലെങ്കിലും കംസെ കം ബഹുത്തോ ഹേ ബെദിയാനെ, ബെദിയാന സംസാരിക്കുക, ബെദിയാനേക്കോ മറ്റാരെങ്കിലും ഇല്ലെങ്കിലും അല്ലേ, തനിക്ക് സംസാരിക്കാൻ എന്തു ചെയ്യാം, ഇയാളെങ്കിലും അല്ലെ ഈ ഒരു സ്ത്രീയെങ്കിലും ഉണ്ടാകുമല്ലോ എന്നൊരു ചിന്തയാണ് ലേഖികയിലേക്ക് വന്നത്. മറ്റാരും ഇല്ലെങ്കിൽ തന്നെയും എനിക്ക് എന്ത് ചെയ്യാനാ, സംസാരിക്കാൻ ഇവിടെ ഇവരെങ്കിലും ഉണ്ടല്ലോ എന്ന്. അതിനുശേഷം നോക്കിയേ, മേരി നസർ, എൻ്റെ ദൃഷ്ടി ബാർ വീണ്ടും യുവതിക്ക് ഓർ ഉഡ്ജാത്തെ, വീണ്ടും എൻ്റെ ദൃഷ്ടി യുവതിയിലേക്ക് പോയി എന്ന് വെച്ചാൽ വീണ്ടും ഞാൻ ആ യുവതിയെ നോക്കാൻ തുടങ്ങി. ഹം ഉമീദ് സേ കി അഫി ബാത്തോं को सिलसिला आरंभ हो मगर बहुत तो കാനെ മേം ബ്ലൂടൂത്ത് की പിൻ കുസ്ന കടത്തുക എന്ന വാക്കാണ്. ഐസെ ബൈട്ടി ദിക്കി കോയി ഹേ ഹി നഹീം ഉസ്കെ ആസ്പാസെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ യുവതിയോട് സംസാരം ആരംഭിക്കാം എന്ന്. ഈ ഉമ്മീദ് അത് ഈ പ്രസൻറ്റ് ഈ സന്ദർഭത്തിൽ തന്നെ ഞാനും ആ യുവതിയുമായി സംസാരത്തിൽ മുഴുക, അല്ലെ സംസാരം ആരംഭിക്കാം എന്നെനിക്ക് തോന്നി. മഗർ എന്നാൽ അവൾ എന്ത് ചെയ്തു? ചെവിയിലെ അല്ലെ കാതുകളിലെ ബ്ലൂടൂത്തിൻ്റെ പിന്നും വെച്ച് എന്ത് ചെയ്തു? അടുത്തൊന്നും ആസ്പാസ് അരികിലൊന്നും ആരുമില്ലാത്തതുപോലെ ഇരുന്നു. മറ്റാരും അവിടെ ഉണ്ടായില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു ഭാവത്തോടെ ആ സ്ത്രീ അവിടേക്ക് ഇരുന്നു. ഓക്കെ, അപ്പോഴേക്കും ഉദാസ് ഹോഗിയ, എൻ്റെ മനസ്സെ ഉദാസീനമായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആരും മിണ്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ടേ അല്ലേ. അതുകൊണ്ട് ഉസ്കെ ഈസേ റവയേസേ, ആ ഒരു ഉദാസീനത ഏറ്റവും കൂടുതൽ ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ആയിരുന്നു, വന്നിരുന്ന യുവതിയുടെ പെരുമാറ്റത്തിൽ. ബുജുർഗ് സജ്ജൻ ഹോ ജൈസേ അപ്പനെ മെഹി ഖോയാ ഥാ, ആ ബുജുർഗായ നല്ല മനുഷ്യൻ അയാളുടെ ഓർമ്മയിലേക്ക് ആണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഓർമ്മയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും അടുത്തുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങളിലേക്ക് മുഴുകി. ഫിർ അഗേല ആത്മീ ബൈഠ ക്യാ കരേ, അഗേല തനിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? എന്ത് ചെയ്യാനാണ്, ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് കോയി ചാരാന്ന, കോയി ചാരാന്ന് വെച്ചാൽ മാർഗം, മറ്റൊരു മാർഗവും ഇന്നപ്പാക്കർ കിട്ടാതെ വന്നപ്പോൾ മേയുസെ യുവതിക്ക് വ്യക്തിത്വ പോസ്റ്റ്മോർട്ടം കർണേ ലഗി, ഞാൻ എന്ത് ചെയ്തു? ആ യുവതിയുടെ വ്യക്തിത്വത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി. മറ്റൊന്നും ആരും ഇല്ലാത്തപ്പോൾ ഞാൻ അവരെ വീക്ഷിക്കാൻ തുടങ്ങി. ഉസ്കി ആധുനികത മേരി ആംകോമേം ഖടക്കനെ ലഗി, അവളുടെ ആധുനികതയാണ് എൻ്റെ കണ്ണിലേക്ക് വന്നത്. ആധുനികത മോഡേണിറ്റിയാണ്. ആധുനികത കാം ലബാദ ലബാദ ഓണ്ടിനെ പുതുക്കുക എന്ന വാക്കാണ്. കാരണമേ മ്യൂസിക് ലഗായെ വഹ മഗ്നിതി, മസ്ത് എന്ന് വെച്ചാൽ മുഴുകുക, മഗ്ന എന്നുള്ള വാക്കാണ് മസ്തുതി. അവളെന്നൊക്കെ ആധുനികത, അതായത് ആ ആധുനികത അവളുടെ കാതുകളിൽ പൊതിഞ്ഞ് പാട്ടിൽ മുഴുകി ഇരുന്നു. ആ സ്ത്രീ എന്ത് ചെയ്തു? ആ പാട്ടിലേക്ക് മുഴുകി അവർ ഇരുന്ന് അത് ആസ്വദിക്കുകയാണ് ചെയ്തത്. ജവാനിക്ക ജോസ് ഹേ, യുവത്വത്തിൻ്റെ ആവേശമല്ലേ അല്ലേ. ഫല ഉന്നെ കിസി സേ ക്യാ ലേനാ ദേന, അവർക്ക് ആരോടെങ്കിലും എന്ത് പറയാനോ എടുക്കാനൊക്കെ കാണുമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. മന്മേ ഈർഷ്യ ഹോ രഹീതി, എനിക്ക് മനസ്സിൽ ഈർഷ്യ വെറുപ്പുണ്ടായി, അവരോടായിരിക്കാം. അങ്ങനെ ആ യുവതിയോട് എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടായി. യുവതി കോ ഷായത് എന്ന് വെച്ചാൽ ഒരുപക്ഷെ എഹസാസ് എന്ന് വെച്ചാൽ തോന്നുക. ആ യുവതിക്ക് ഒരുപക്ഷെ എഹസാസ് ഹോ ഗയാഥ, തോന്നിയിരിക്കാം. കാഫി ദേർ സെ മേരി നസറെ ഉസ് പറെ ഗഡി ഹേ, ഒരുപാട് നേരം എൻ്റെ ദൃഷ്ടി അവളിലേക്ക് തറച്ച് നിന്നതുപോലെ അവൾക്ക് തോന്നി. അതായത് ഒരുപാട് പ്രാവശ്യം ഞാൻ അവളെ നോക്കി എന്നവൾക്ക് തോന്നി. അതുകൊണ്ട് എന്താ ചെയ്യുന്ന നോക്കിയും ഹൽക്കി എന്ന് വെച്ചാൽ നേരിയ, അറേ പടീതി ഉസ് പർ ഗഡീതി എന്ന് വെച്ചാൽ വന്ന് വീണതുപോലെ തോന്നി. ഉസ്നെ ഏക്ക് നസറെ ഉടാക്കർ മുച്ചേ ദേഖ, അതുകൊണ്ട് ഒരു നസർ എന്ന് വെച്ചാൽ ദൃഷ്ടി ഉയർത്തി, ഒരു ദൃഷ്ടിയല്ല ഒന്ന് ഉയർത്തി, ആ കണ്ണുകൾ ഉയർത്തി അവൾ എന്നെ ഒന്ന് നോക്കി. അവർ അതിനുശേഷം ഹൽക്കി നേരിയ തോതിലെ സ്മൈൽ ദി, ഒരു സ്മൈൽ എന്ന് വെച്ചാൽ ഒരു പുഞ്ചിരിയും തന്നു അല്ലേ. കണ്ണുകൾ ഉയർത്തി എന്നെ ഒന്ന് നോക്കി, എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു. ക്യാ കഹൂം, എന്ത് പറയാനാണ്. ജൈസെ പ്യാസ് ദാഹം കോ തൃപ്തി മിൽ ഗയി ഹോ, ദാഹിച്ചിരുന്ന ഒരാൾക്ക് സംതൃപ്തി കിട്ടിയതുപോലെ എനിക്ക് തോന്നി. എന്താ പറഞ്ഞേ,
ദാഹിച്ചിരുന്ന വ്യക്തിക്ക് സംതൃപ്തി കിട്ടിയ അനുഭൂതിയായിരുന്നു എനിക്കുണ്ടായത്. ഓറെ മുസ്കുരാന പുഞ്ചിരിക്കുക പറഞ്ഞതെന്നാണ്. ഉഡി മേഫി, ഞാനും അവളെ നോക്കി എന്ത് ചെയ്തു, ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. മഗർ എന്നാൽ യഹ് ക്യാ വഹ് ഫിർ അപ്പനെ മൊബൈൽ മേം വ്യസ്ത് ഹോ ഗയി, എന്താണ് വീണ്ടും അവളുടെ മൊബൈലിൽ എന്ത് ചെയ്തു, വ്യാപൃതരാകുക അല്ലെങ്കിൽ വ്യസ്ത് ഹോന മുഴുകിയിരിക്കുകയും ചെയ്തു. അവൾ ആ പാട്ടിൽ വീണ്ടും മുഴുകിയിരുന്നു, ആസ്വദിച്ചു. അതെ, ഹേ ഭഗവാൻ, ഇത്തന മുഷ്കിൽ പ്രയാസം സഫർ യാത്ര മുഷ്കിൽ സഫർ തോ കഫി ഒരിക്കലും നരഹ. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇത്രത്തോളം പ്രയാസകരമായ ഒരു യാത്ര ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. ആജ് സഹിനഹി അത്ത, ആജ് ഇന്ന് സഹിനഹി സഹിക്കുക, നഹി ജാത്ത കൈസേ ക്യാ കരെ, ഇന്ന് സഹിക്കുക മാത്രം ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാനാണ് അല്ലേ. മേരി നസർ, എൻ്റെ ദൃഷ്ടി ബുജുർഗിക്ക് ഓർഗെ, ആ വൃദ്ധനിലേക്ക് വീണ്ടും ചെന്നു. മേം ബോൽ പടി, ഞാൻ പറഞ്ഞു. ആ കഹാൻ ജാ രഹേ ഹേ ഫയ്യാജി, ഫയ്യാജി നിങ്ങൾ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ, പോവുകയാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞു, മായി കെ ഗർ, അമ്മയുടെ വീട്ടിലേക്ക്. കഹാം രഹത്തി ഹേ ആപ്കി മായി, എവിടെയാണ് താമസിക്കുന്നത് നിങ്ങളുടെ അമ്മ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജന്മ ദേനവാലി മായി ഇന്ന, ജന്മം തന്ന എന്നുവെച്ചാൽ എൻ്റെ അമ്മ, സ്വന്തം അമ്മ ഇന്ന ഇപ്പോൾ ഇല്ല. പകുത്തോ അവരാണെങ്കിൽ കബ് കീസ്, കബ് എപ്പോഴും സമാഗയും ഒരേ ധർത്തി തലേ, തലേന്ന് വെച്ചാൽ താഴെ എന്ന വാക്കാണ് കേട്ടോ, ധർത്തി ഭൂമി. അവരെപ്പോഴും എന്ത് ചെയ്തു, ഭൂമിക്ക് താഴേക്കല്ല അടിയിലേക്ക് പോയി എന്ന് വെച്ചാൽ എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മ മരിച്ചുപോയി. ഫിറെ എന്നിട്ട് അന്നേരം ആശങ്ക ഉണ്ടായിക്കാണുമില്ലേക്ക് അല്ലേ. ഫിറെ കിസ് മായിക്ക് പാസ് ജാ രഹേ ഹായും, പിന്നെ ഏത് അമ്മയുടെ അരികിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഗംഗാമായിക്ക്, ഗംഗാമാതാവിൻ്റെ അരികിലേക്ക്. അപ്പോൾ ചോദിച്ചു, ഗംഗാമായി മുച്ചേ ആശ്ചര്യ ഹുവ, ഗംഗാമാതാവോ, എനിക്ക് അതിശയം തോന്നി. ഗംഗാമായി ബഹത്തി ഹേ ആർ എന്ന ഹെ ന ബഹാം, ഗംഗാമാതാവ് അവിടെ ഒഴുകിയല്ലേ എന്ന്. അച്ഛാ ആപ് എന്ന് വെച്ചാൽ താങ്കളെ കേട്ടോ, ഗംഗാ നദിക്ക് ബാത്ത് കർ രഹേ ഹായ്, നിങ്ങൾ ഗംഗാ നദിയുടെ കാര്യം തന്നെയാണോ പറയുന്നത്. മുച്ചേ അപ്പനെ മൂഢത പർച്ചേപ്പ് ഫി ഹുയി, എനിക്ക് സ്വന്തം മൂഢത അറിവില്ലായ്മയിൽ അല്ലേ, ചേപ്പ് എന്ന് വെച്ചാൽ ലജ്ജയും തോന്നി. അതായത് എൻ്റെ വിഡ്ഢിത്തത്തിൽ എനിക്ക് എന്തുണ്ടായി, ആ ഒരു ലജ്ജ എനിക്ക് തോന്നി, ആ ചോദ്യം അങ്ങനെ ചോദിച്ചതില്ലേ. ഓക്കെ, വഹാം അവിടെ കോയി റിശ്തേദാർ, ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ എന്ന് പറയും. ഫി ഹേ ആപ്കെ, അവിടെ താങ്കൾക്ക് ഏതെങ്കിലും ബന്ധുമിത്രാദികൾ ഉണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ആരെങ്കിലും ബന്ധുക്കളുണ്ടോ എന്ന്. അങ്ങനെ പറഞ്ഞു, അതായത് ഞാന്ന് വെച്ചാൽ ഇല്ല. മേരെ കോയി റിശ്തേദാർ നാത്തേദാർ, രണ്ടും ഒരു വാക്കാണ് കേട്ടോ. അവിടെ എനിക്ക് ഒരു ബന്ധുക്കളും ഇല്ല. അച്ചാത്തോ ഗംഗാ സ്നാൻ കോ ജാ രഹേ ഹായ്, എങ്കിൽ നിങ്ങൾ ഗംഗാ സ്നാനത്തിന് വേണ്ടി പോവുകയാണോ എന്ന് ചോദിച്ചു. ലേഖിക ചോദിച്ചു, എങ്കിൽ നിങ്ങൾ ഗംഗയിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുകയാണോ എന്ന്. പറഞ്ഞു, അല്ല, മേം ഗംഗാമായി കെ പക ധൂളി മേം രഹിനെ ജാ രഹേ ഹായ്, ധൂളി എന്ന് വെച്ചാൽ പൊടി. ഇല്ല, ഞാൻ ഗംഗാ മാതാവിൻ്റെ പാദധൂളിയിലെ ജീവിക്കാൻ വേണ്ടി പോവുകയാണ്. പക എന്ന് വെച്ചാൽ കാൽപാദം അല്ലേ, പാദത്തിൻ്റെ ധൂളിയിലെ ആ പാദധൂളിയിൽ ജീവിക്കാൻ വേണ്ടി പോകുന്നു. उनके इस वाक्य ने उसे युवती का ध्यान भी उसकी ओरे खींच लिया. അദ്ദേഹത്തിന് ഉൻകെ ഈസ് വാക്യം, അദ്ദേഹത്തിൻ്റെ ഈ വാക്യങ്ങൾ കേട്ടപ്പോൾ ആ യുവതിയുടെ മൊബൈൽ ഫോണിലെ മ്യൂസിക് ആസ്വദിക്കുന്ന ആ യുവതിയുടെ ധ്യാൻ ശ്രദ്ധ ആരെ ഉസ്കി ഓർ കീഞ്ച, അയാളിലേക്ക് ആകർഷിച്ചു, എന്നുവെച്ചാൽ അയാളിലേക്ക് ആയി. क्या आपका कोई नहीं है बाबा, अब तक के മൊബൈൽ മേ വ്യസ്ത യുവതി അച്ചാനക് ബോൽ പടി, എൻ്റെ ബാബ നിങ്ങൾക്കവിടെ ആരുമില്ലയോ എന്ന് അത്രയും നേരം മൊബൈലിലെ മുഴുകിയിരുന്ന ആ സ്ത്രീ പെട്ടെന്ന് ചോദിച്ചു. ഹേ ഏക്ക് ബേട്ട ഏക്ക് ബേട്ടി, ഉണ്ട് ഒരു ബേട്ടായും ഒരു ബേട്ടിയും. ക്യാ ആപ്കെ ബച്ചോംനെ അപ്പനെ, ക്യാ ആപ്കെ ബച്ചോംനെ ആപ്കോ സംഘ് എന്ന് വെച്ചാൽ കൂടെ, രഹനേസെ മന കർദിയ നിഷേധിക്കുക, എൻ്റെ ആപ്കെ ബച്ചോ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂടെ വരാൻ വിസമ്മതിച്ചോ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ അല്ലല്ല, ഐസി ബാത് നഹി, അങ്ങനെയൊന്നുമില്ല. വേ ബഹാം നഹി രഹ്തെ, വേ യഹാം, അദ്ദേഹം അവരെ ഇവിടെയല്ല താമസിക്കുന്നേ എന്ന് പറഞ്ഞു. മതലബ് അതിൻ്റെ ആശയം മേനെ ജിജ്ഞാസാസെ അല്ലെ, ജിജ്ഞാസ ഉത്കണ്ഠ എന്ന വാക്കാണ് കേട്ടോ. ജിജ്ഞാസാവശ് പൂച്ച, ആ ഉത്കണ്ഠയോട് ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. വേ വിദേശ് മേ രഹ്തെ ഹായും, അവർ വിദേശത്താണ് താമസിക്കുന്നത്. ബാത്തോങ്കെ ദൗറാൻ സന്ദർഭം
പതാ ചലാക്കി യുവതി കാ നാം ജാൻവി ഹേ. ആ സംഭാഷണത്തിൻ്റെ സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ യുവതിയുടെ പേര് ജാൻവി എന്നാണ്. ചോദിച്ചു ആപ്കി പത്നി, ആ യുവതി ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയോ എന്ന്. അപ്പോൾ ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു അതെ 35 ബർസ് എന്ന് വെച്ചാൽ സാൽ വർഷം പകലെ മുൻപേ ഭഗവാന്റെ ഘറിലേക്ക് പോയി എന്ന് വെച്ചാൽ 35 വർഷങ്ങൾക്ക് മുമ്പേ അവർ മരിച്ചുപോയി. ചോദിക്കുകയാണ് തോ അബ് തക്ക് ആപ് കഹാ രഹത്തെ ഥേ ഭയ്യാജി, അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എവിടെയാണ് താമസിച്ചത് ഭയ്യാജി എന്ന്. പറഞ്ഞു ബിഡിയ കെ സംഘെ, അതായത് ബിഡിയ എന്ന് വെച്ചാൽ മകളുടെ കൂടെ. മകളുടെ എവിടെ? ജോ ആപ് തക്ക് എന്ന് വെച്ചാൽ താങ്കൾ ഇത്രയും നാൾ, കഹാം എന്ന് വെച്ചാൽ എവിടെയാണ് താമസിച്ചത്. അപ്പോൾ ആ മനുഷ്യൻ പറയാണ് ബിഡിയ കെ സംഘെ, എൻ്റെ മകളുടെ കൂടെയാണ്. അബ് വോഫി വിദേശ് ചലി ഗയ്, ഇപ്പോൾ അവളും വിദേശത്തേക്ക് പോയി. ആംദനി കാ കോയി, ആംദനി വരുമാനം എന്ന വാക്കാണ്. ജറിയ മാർഗം ഹോഗ, അതായത് വരുമാനമാർഗം എന്തെങ്കിലും ഉണ്ടായോ അല്ലെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആ സ്ത്രീ. യുവതി ചോദിച്ച് എന്തെങ്കിലും വരുമാനമാർഗം ഉണ്ടായിരുന്നോ? മേരാ മതലബ്, ഞാൻ ഉദ്ദേശിച്ചത് ആപ് എന്ന് വെച്ചാൽ താങ്കൾക്ക് കഹി നൗക്കരി കർത്തെ ഹോകെ, താങ്കൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ പിന്നെ നോക്കിയേ നൗക്കരി ജോലിയാണ്. കേത്തി ഹോഗി, വയലുണ്ടായിരുന്നോ? അതുമല്ല ഗർ ഹോഗ ആപ്ക, വീടുണ്ടായിരുന്നോ താങ്കൾക്ക്? അപ്പോൾ വീടുണ്ടായിരുന്നോ, വയലുണ്ടായിരുന്നോ, എന്തെങ്കിലും ജോലി താങ്കൾക്ക് ഉണ്ടായിരുന്നോ എന്ന് നമ്മുടെ ലേഖിക ആരാഞ്ഞു. നമുക്ക് ഉടനെ പറയാണ് അതിസേ മസൂറെ ആത്മീഹും. മസൂർ എന്ന് വെച്ചാൽ മസ്ദൂറെ, തൊഴിലാളിയായിട്ടുള്ളൊരു ആത്മീയാണ് ഞാൻ. 4 ഏക്കർ, ഏക്കർ എന്ന് വെച്ചാൽ ഏക്കർ സെമീൻ ഭൂമി, തീപാസ് എന്ന് വെച്ചാൽ അരികിലെ, എൻ്റെ അരികിലെ 4 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. 1 ഏക്കർ സെമീൻ, 1 ഏക്കർ എന്ന് വെച്ചാൽ 1 ഏക്കർ ഭൂമി. 35 വർഷങ്ങൾക്ക് പകലെ മുൻപേ. അതെ കാന്ത എന്ന് വെച്ചാൽ ഭാര്യയാണ് കേട്ടോ. ജബ് ബീമാർ രോഗം ഹുയി തബ ഉസ്കെ ഇലാജ് ചികിത്സ ഖാദിറെ ബിക്ര എന്ന് വെച്ചാൽ വിൽക്കുക ഗേ എന്നൊക്കെ. 35 വർഷങ്ങൾക്ക് മുൻപേ എത്ര നോക്കിയേ 1 ഏക്കർ 1 ഏക്കർ ഭൂമി എൻ്റെ ഭാര്യയുടെ അസുഖത്തിനായി വിറ്റു. അവളെ ഞാൻ എന്ത് ചെയ്തു? ചികിത്സിക്കുകയും ചെയ്തു. ഭാര്യയുടെ അസുഖത്തിന് വേണ്ടി വിറ്റതാണ്, അങ്ങനെ അവരെ ചികിത്സിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ 1 ഏക്കർ. മതലബ്, അതായത് എൻ്റെ താങ്കൾ ഉദ്ദേശിക്കുന്നത് അബ് ബി 3 ഏക്കർ സെമീൻ തോ ഹെ നാ ആപ്കെ പാസേ, നിങ്ങളുടെ പക്കൽ ഇപ്പോൾ 3 ഏക്കർ ഭൂമി ഉണ്ടാവുമല്ലോ എന്ന് ജാൻവി ചോദിച്ചു. 4 ഏക്കറാണ്, 1 ഏക്കർ ഭാര്യയ്ക്ക് വേണ്ടി പോയി എന്ന് പറഞ്ഞു. ബഡാ ബേട്ട കേശവ് ബോല ബാപ്പു പഠ്നെ കെ ലിയെ വിദേശേ ജാനാ ഥാ. മൂത്ത മകനായ കേശവൻ പറഞ്ഞു അച്ഛാ, പഠിക്കാൻ വേണ്ടി അവന് വിദേശത്തേക്ക് പോകണം. സോ അതുകൊണ്ട് ഡേട്ട് ഏക്കർ സെമീൻ ബേച്ച് കെ ഉസ്കോ വിദേശേ ഫേജ. ഡേട്ടെന്ന് വെച്ചാൽ 1.5 ഏക്കർ വിറ്റ് അവനെ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി അയച്ചു. ബഹുഫിറെ, അവൻ ഫിർ എന്ന് വെച്ചാൽ വീണ്ടും, കഫി ലൗട്ട് നാം മടങ്ങി വരിക എന്ന് വാക്കാണ് കേട്ടോ. ലൗട്ടേക്ക് ആയാൻ നഹീം, പിന്നീട് അവൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ലൗട്ട് നാം മടങ്ങി വന്നില്ല. ഉദർഹി ബ്യാഹ് വിവാഹം, അവിടെ എവിടെയോ എന്ത് ചെയ്തു, ബ്യാഹ് രജ ലിയെ, വിവാഹവും കഴിച്ച് താമസിക്കുന്നു. വിദേശത്ത് പോയ മകൻ എന്ത് ചെയ്തു, തിരിച്ചു വരികയും ചെയ്തില്ല, അവിടെ തന്നെ വിവാഹം കഴിഞ്ഞ് താമസിക്കുന്നു. ചോദിച്ചു ബ്ലഡി ഹേൽ എന്ന് പറഞ്ഞു. ജാൻവി കാ ചേഹര, ജാൻവിയുടെ ചേഹര മുഖം ക്രോധസേ തം തമാ രഹാദ, ക്രോധം കൊണ്ട് ജ്വലിച്ചു, അതായത് ക്രോധത്താൽ ചോക്കുകയും ചെയ്തു. മെയിം ഉസേ ഗൗർ സേ ദേഖ് രഹിദി, ഞാൻ അപ്പോൾ എന്ത് ചെയ്തു, അവളെ ഗൗർ എന്ന് വെച്ചാൽ ശ്രദ്ധയോടെ ഒന്ന് നോക്കി. അഗീർ എഹഫി തോ, അഗീർ എന്ന് വെച്ചാൽ അവസാനം, എഹഫി തോ ഉസി പീഡി തലമുറ കീഹെ, ഇവളും ഈ തലമുറയിൽ തന്നെ പെട്ട കുട്ടിയല്ലേ എന്ന്. ഫിറിത്തന ആക്രോശിക്കോ, പിന്നെ എന്തിനാണ് ഇത്രയും ആക്രോശിക്കുന്നത് എന്ന് ലേഖികയ്ക്ക് തോന്നി. ഇവളും എന്താണ്, ഈ തലമുറയിലുള്ള പെണ്ണല്ലേ അല്ലേ, പിന്നെ എന്തിനാണ് ഇവൾ ഇത്രത്തോളം ആക്രോശിക്കുന്നത് എന്നെനിക്ക് തോന്നി. ഓക്കെ. അബുഫി അബ എന്ന് വെച്ചാൽ അപ്പോൾ. അബുഫി സംഹൽ ജാओ ബാബ, ദുനിയാമേ കോയി കിസിക്കോ നഹീം ഹേ, ഈ ഈ ലോകത്തിലെ ആർക്കും ഇല്ല എന്ന് ബാബ, ഈ ലോകത്തിലെ ആർക്കും ഇല്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആരും ആരെയും സ്നേഹിക്കുന്നില്ല അല്ലേ. ബച്ചി സെമീൻ കോ, ബച്ചി എന്ന് വെച്ചാൽ ബാക്കി വന്ന അല്ലേ, സെമീൻ ഭൂമി. കോ പകടിരകെ ജബ് തക്ക് സിന്ധ് ഹോ, നിങ്ങൾക്ക് ജീവനുള്ള സമയം, സിന്ധ് ജീവിതം, ആ സമയം വരെ നിങ്ങൾ ആ ബാക്കിയുള്ള ഭൂമി വിട്ടുകളയുകയും ചെയ്യില്ലേ, നിങ്ങളുടെ പക്കൽ തന്നെ വെക്കണം എന്ന്.
ബാക്കി 1.5 ഏക്കർ കൂടിയില്ലേ, അത് നിങ്ങൾ ആ വിട്ടുകളയിൽ നിങ്ങളുടെ അവസാനം വരെ, അതായത് നിങ്ങളുടെ ജീവൻ നിൽക്കുന്ന സമയം വരെ നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ടായിരിക്കണം എന്ന് ജാൻവിനെ വ്യവഹാരിക ഞാൻ ദിയാഹേ, വ്യവഹാരികമായി, അതായത് പ്രായോഗികമായി തന്നെ അവൾ എന്ത് ചെയ്തു പറഞ്ഞു. നിങ്ങളുടെ ആ ഒരു ജ്ഞാനത്തോടെ അറിയിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭൂമി ബാക്കിയുള്ളത് കയ്യിൽ തന്നെ സൂക്ഷിക്കുക എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാക്ക് ഭീ ഹമാരെ ദേ ബിഡിയ, അത് ഞാൻ കൊടുത്തു മകളെ എന്ന്. ചോദിച്ചു കിസെ ആർക്കെ, പിച്ചലെ ഹഫ്തെ, കഴിഞ്ഞ ആഴ്ച ബേട്ടിയേക്ക് ലടുക്കെ കോ ലേ ആയി, എൻ്റെ മകൾ ഒരു ലടുക്ക ആൺകുട്ടിയെയും കൂട്ടി ആയി വന്നു. കഹാക്കി പറഞ്ഞു, ഉസ്സെ പ്രേം കർത്തി ഹേ, അവനെ ഞാൻ പ്രേം സ്നേഹിക്കുന്നു എന്ന്. ബ്യാഹ് കരകി, കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന്, അല്ലേ, കല്യാണം കഴിക്കണമെന്ന്. ഉസ്സെ ലടുക്കേക്ക് ശരത്തെ രഹിദി ദഹേജ് എന്ന് വെച്ചാൽ സ്ത്രീധനം. മേ ഇത്തന റുപ്പിയ ചാഹിയെ, അവന് ശരത്തെന്നാണ്. അവൻ എന്ത് ചെയ്യുന്നു, ഇത്രയും രൂപയാണ് ചോദിച്ചത്, അവന് അത് കിട്ടിയിരിക്കണം. ഉസ്കോ വിദേശെ ജാനേ കാ, അവന് എവിടേക്ക് പോകാനാണ്, വിദേശ് ജാനേ കാ ധാ ന, അവന് വിദേശത്തേക്ക് പോകാനാണ്, അതുകൊണ്ട് ചോദിക്കുന്ന അത്രയും രൂപ കൊടുക്കുകയും ചെയ്യണം എന്ന്. അത് കേട്ട് തുമ്നെ ബേട്ടിക്കോ മനാ ക്യോ നഹീം കർ ദിയ ഐസേ ലടുക്കേസേ ഷാദി കർണക്കിലെ, ഇങ്ങനെയുള്ള ആൺകുട്ടിയെ വിവാഹം കഴിക്കരുത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് പറഞ്ഞു കൊടുത്തില്ല, അല്ലെ ഉപദേശം കൊടുത്തില്ല എന്ന്. അങ്ങനെയുള്ള ആൺകുട്ടിയെ വിവാഹം കഴിക്കരുത് എന്ന് അച്ഛൻ മകൾക്ക് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് ജാൻവി ചോദിച്ചു. ഓക്കെ, ഖിയദേ ബിഡിയ, പറഞ്ഞിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു മകളെ എന്ന് നിശ്ചയിച്ചിരുന്നു. മഗർ എന്നാലേ വഹ് നഹി മാനി, പക്ഷേ അവളത് മാനിച്ചില്ല. ഹം കി ബോലി, എന്നോട് പറഞ്ഞു, തുമാരി നിങ്ങളുടെ നിയതി, നഹീം ഹമാര ഹിസ എന്ന് വെച്ചാൽ ഭാഗം, നിങ്ങളുടെ ഉപദേശമൊന്നുമില്ല, വേണ്ട അല്ലേ, നിങ്ങൾ ഹമാര ഹിസ, എൻ്റെ ഭാഗം ദനേക്ക് തരിക. ഹമാരെ ഹിസേക്ക് കേത്തി ഹേ, എൻ്റെ ഭാഗത്തിലുള്ള കേത്തി വയൽ എനിക്ക് വേണം. അത് ബേച്ചക്കർ ഹംകോ പൈസ ദോ, അത് വിറ്റിട്ട് എൻ്റെ പൈസ എനിക്ക് തരിക. കണ്ട പെണ്ണ് പറഞ്ഞു, നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ഭാഗം, എൻ്റെ ഷെയർ എനിക്ക് കിട്ടണം, അതിനുള്ള ആ കേത്ത് വിറ്റിട്ട് പൈസയായി കൊടുക്കുകയും ചെയ്യണം, രൂപയായി കൊടുക്കുകയും ചെയ്യണമെന്ന്. ഉസ്പറെ കാനൂൻ നിയമം, ഹമാര ഹക്ക് ഹേ, നിയമപരമായിട്ട് അതെനിക്ക് അവകാശപ്പെട്ടതും ആണ്. കാനൂൻ നിയമ, ഹക്ക് അവകാശം, കേട്ടോ എന്നാണ് ആ യുവതി പറഞ്ഞത്, മകൾ പറഞ്ഞത്. കാനൂൻ ഹമാര ഹക്ക് ഹേ, നിയമപരമായി എനിക്കത് അവകാശപ്പെട്ടതും ആണ്. സോ അതുകൊണ്ട് ഹം ഉസേ സമീൻ കോ ബേച്ചന വിൽക്കുക, കേട്ടോ, പൈസ ബിഡിയ കോ ഹാത്ത് മേ ധർ ആയേ, അതുകൊണ്ട് ആ പൈസ സെമീൻ വിറ്റിട്ട് ആ കിട്ടിയ രൂപ ഞാൻ എൻ്റെ മകളുടെ കയ്യിൽ തന്നെ വച്ചു കൊടുത്തു. അഫ്തക്കെ, ഇപ്പോഴേക്കും വഹു ഉടുഫി, അവൾ പറന്നു പോയി കാണുമില്ലേ, ഗയി ഹോഗി ആസ്മാൻ മേ, ആകാശത്തിൽ പറന്നു കാണുമെന്ന് വെച്ചാൽ അവൾ പോയി കാണും ഇവിടെ നിന്ന്, അല്ലേ, അവൾ വിദേശത്തേക്ക് പറന്നു എന്ന് പറഞ്ഞു. നോക്കി, ഉസീനെ തോ ഹമാര എന്ന് വെച്ചാൽ ഞങ്ങൾ ഹമാര ടിക്കറ്റ് നികൽ കറി ഹാത്തുമേൻ ദേ, എനിക്ക് വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു. എന്നിട്ടാണ് അവൾ പോയത്. എന്നിട്ട് പറഞ്ഞു, പറഞ്ഞു ബാപ്പു, ഗംഗാ കിനാരെ ചലേ, ഗംഗയുടെ കിനാരയിലേക്ക് ചലേന്ന് വെച്ചാൽ പോകൂ, നടക്കുക, പോവുക. ജാവു, അവിടേക്ക് മായി സബ്കോ സ്മൃതി മുക്തി ദത്തിഹേ, മുക്തി എന്ന് വെച്ചാൽ മോചനം, കേട്ടോ. അപ്പോഴേ നേരെ എവിടേക്ക് പോവുക, ഗംഗാ മാതാവിൻ്റെ അരികിലേക്ക് പോവുക, ഗംഗാമായി എല്ലാവർക്കും മുക്തി മോചനം നൽകും, അതായത് മരിക്കാൻ വേണ്ടി പോവുക എന്നാണ് പറഞ്ഞത്, കേട്ടോ. നോക്കി, കഹത്തെ ഹുയെ, അങ്ങനെ പറഞ്ഞപ്പോൾ ഉന്നോനെ അദ്ദേഹം ഉസ്കി നസർ, അപ്പനി നസർ എന്ന് വെച്ചാൽ സ്വന്തം ദൃഷ്ടി, ട്രെയിൻ കി ഛത് പർ ടിക്കാതി, ട്രെയിനിൻ്റെ ഛത് റൂഫിലേക്ക് ഉറപ്പിച്ച് നിന്നു. അതായത് അങ്ങനെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു, മുകളിലേക്ക് നോക്കിയപ്പോൾ ട്രെയിനിൻ്റെ ഛതാണ്, അല്ലേ, അതിലേക്ക് നോക്കി നിന്നു. മറ്റാരും കാണാതെ വേദന, അല്ലേ, കണ്ണുനീർ കാണാതായിരിക്കാം. ദർദ് എന്ന് വെച്ചാൽ വേദന. സുൻസാൻ ഉസേ ആങ്കോമേയും ദേക്കാ ജാ സക്താ ഥാ, വേദനയുടെ ആ ഒരു അനുഭൂതി, എനിക്ക് ആ ഒരു നിശബ്ദത, അതെനിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കാണുകയും ചെയ്യാമായിരുന്നു എന്ന് ലേഖിക പറയാണ്. എന്നൊക്കെ ആപ്കി പത്നി ഗുസാരി തോ ആപ്കാ ഉമ്രെന്ന് വെച്ചാൽ പ്രായം, ക്യാ നഹി ഹോത്ത ഭയ്യാജി, നിങ്ങളുടെ ഭാര്യ മരിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു ഭയ്യാജി, പ്രായം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആറിസെ കഹീം ഖോയി, എത്രയാണ്, 25-26 ആണ്, കേട്ടോ, 25-26 ഹേ, അത് ബഹീം, അന്നെനിക്ക് കോയി, അന്നെനിക്ക് 25-26 ബറസ് എന്ന് വെച്ചാൽ വർഷം, കാരഹ ഹുങ്ക, 25-26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോഴേക്കും ബസ് തോ
अपने क्यों नहीं सोचा अपने बारे में अरे दूसरी शादी विवाഹം कर सकते थे सीट नंबर 23 के यात्री ने पूछा. അടുത്ത സീറ്റ് നമ്പർ 23 ഇരുന്ന ഒരു സഹയാത്രികൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല? 25-26 വയസ്സല്ല ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ല? ദൂസരി ഷാദി മറ്റൊരു വിവാഹം കഴിച്ചില്ല എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അപ്പനെ ബാര്യമേം കുച്ച് സോച്ചനേക്കാ ഇത്തന ഭക്ത സമയം ഹീ കഹാം ഥാ. എന്നെക്കുറിച്ച് അല്ലേ, സ്വന്തം എന്നെക്കുറിച്ച് ചിന്തിക്കാൻ അപ്പോൾ എവിടെയാണ് ഭക്ത സമയം ഉള്ളത്? ഹമാരെ പാസെ എൻ്റെ പക്കലെ അല്ലേ എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഇല്ലായിരുന്നു. ഹം തോ കാന്താ കി ദേഹ് കി ജൽദി അഗ്നി കെ ഹവാലെ കർ ദൗഡന ഓടുക ഹുയെ ഗർ ആയേക്ക് ബച്ചെ ഫൂക്ക് ഹോഗെ. ആ ഭാര്യയുടെ ശരീരം ജൽദി വേഗം അഗ്നിക്ക് കൊടുത്തതിന് ശേഷം, ഇരയാക്കിയതിന് ശേഷം, അതായത് അഗ്നിക്ക് കൊടുക്കാന്ന് വെച്ചാൽ ദഹിപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്തു? ദൗഡിന ഓടി. കാരണം അവിടെ എൻ്റെ ബച്ചെ കുട്ടികളെ ഫൂക്കെ ഹോഗെ വിശന്നിരിക്കുകയായിരുന്നു. ആക്കെ ദേക്ക എന്നൊക്കെ അതാണ് ആ ഒരു അച്ഛൻ്റെ ഇതാണ് കാണിച്ചത് കേട്ടോ. ആക്കെ ദേക്ക വന്നപ്പോൾ കണ്ടു, തോബിഡിയ മകൾ ധാർദാർ സെ റോന കരയുക, പൊട്ടി ഉറക്കെ കരയുന്നതായി കണ്ടു അല്ലേ, വാവിട്ട് കരയെന്നൊക്കെ പറയും. അപ്പനി മയ്യ എന്ന് വെച്ചാൽ അമ്മ പുക്കാറിന വിളിക്കുക രഹീദി, അവളുടെ അമ്മയെ വിളിച്ചുകൊണ്ട് ആ കുട്ടി വാവിട്ട് കരയുന്നതാണ് കണ്ടത്. വിശന്നിട്ടാണ് കുഞ്ഞ് കരഞ്ഞത്, കൊച്ചുകുട്ടിയാണ്. ഹം തോ ബിന നഹാന കുളിക്കുക, പഹലെ ബിഡിയ കോ ഗോദി എന്ന് വെച്ചാൽ മടിത്തിട്ട് ലിയെ ദൂത്ത് ഗരം കറെ ബോത്തിൽ മേ ഡാൽ ബോട്ടിലാണ് ഡാൽ കെ ലിയെ ഫിർ നഹായ. അയാൾ ചെയ്തത് ആദ്യം ചെന്ന കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടിയെ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ഗോതമ്പ് മടിത്തട്ടിലേക്ക് ഇരുത്തി. എന്നിട്ട് പാല് ചൂടാക്കി ബോട്ടിലൊഴിച്ച് ആ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ആ കുഞ്ഞിനെ പാല് കൊടുത്തു. അതിന് ശേഷമാണ് കുളിച്ചത്. ഒരാളെ ദഹിപ്പിച്ചതിന് ശേഷം കുളിച്ചിട്ട് വീട്ടിൽ കയറാവും അല്ലേ. പക്ഷേ അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നൊക്കെ ബസ് ഐസഹി കേശവ് അവരെ കഗരി, പിള്ളേരുടെ പേരാണ് കേശവും കജരിയും. കി ദേഖ്ഫാലിനെ സംരക്ഷിക്കുക. മേൻ കബ എപ്പോൾ ഉഫറെ അറെ ബീത്ത് ഗയി പദാഹി നഹീം ചല. പദാ നഹി എന്ന് വെച്ചാൽ അറിയില്ല. അതൊക്കെയാണ് കേശവനെയും കജരിയും നോക്കി എങ്ങനെയൊക്കെയോ ജീവിതം കഴിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ എപ്പോഴോ കടന്നുപോയെന്ന് വെച്ചാൽ ഓരോ വർഷങ്ങൾ കടന്നുപോയി. മനസ്സേ അറെ വിദ്രുഷ്ണ എന്ന് വെച്ചാൽ വിദ്രുഷ്ണ പുച്ഛം എന്ന വാക്കാണ്. സേ ഫരാഗയ മനസ്സിൽ പുച്ഛം നിറഞ്ഞു. ഹംസബെ വ്യതിതേ, ഞങ്ങൾ ആ ട്രെയിനിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും വ്യാകുലപ്പെട്ടു, വ്യതിതരായി. അപ്പനെഹി ജന്മി എന്ന് വെച്ചാൽ ജനനം കൊടുത്ത സന്താൻ പിതാക്കെ ദുഃഖസേ കൈസേ അഞ്ചാനെ और लापरवाही रह सकते हैं. ജന്മം കൊടുത്ത പിതാവിൻ്റെ ദുഃഖം കാണാതെ അറിയാതെ അല്ലേ അശ്രദ്ധയോടെ എങ്ങനെ പോകാൻ അവർക്ക് കഴിയുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. അരേ ജിസേം പിതാനെ അപ്ന പൂരാ ജീവനെ ബച്ചോം കെ ഹവാലെ ഹോം കർ ദിയ. ആ അച്ഛൻ്റെ ജീവിതം കുട്ടികൾക്ക്, അച്ഛൻ്റെ പൂർണ്ണമായ ജീവിതം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹോമിക്കപ്പെടുകയും ചെയ്തു. ഉസേ പിതാ കോ ഇസ് അവസ്ഥാമേം ചോടത്തെ ഹുയെ സെറാഫി ദിൽ നഹീം പസീജ. എന്നൊക്കെ ഇങ്ങനെ പിതാവിനെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിയിട്ടല്ലേ ഈ ഒരവസ്ഥയിലേക്ക് ചൊടിന ഉപേക്ഷിച്ചിട്ടേ സെറാഫി ദിൽ നഹീം പസീജ, അല്പം പോലും മനസ്സിന് എന്ത് ചെയ്ത്. അതാണ് നമ്മുടെ പിതാവ് അത്രത്തോളം ആ ഒരു അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടികളെ എന്ത് ചെയ്തു വളർത്തിയത്. എന്നിട്ട് ശരിക്കും അച്ഛനോടെ ഒരു കരുണയില്ലാത്ത മക്കൾ അല്ലേ, മനസ്സിൽ പെട്ടെന്ന് ശൂന്യത ഞങ്ങൾക്ക് തോന്നി. ആപ് ക്യാ കരേങ്കെ ഫയ്യാജി ആപ്കാ ജീവൻ, നിങ്ങളിനി എന്ത് ചെയ്യാനാണ് ഫയ്യാജി നിങ്ങളുടെ ജീവിതം എന്ന്. മേരാ മൻ വ്യതിത, എൻ്റെ മനസ്സ് വ്യതിതം എന്ന് വെച്ചാൽ വ്യാകുലപ്പെട്ടു. ബഹ തോ മായി ഹേ ന സബ്കെ ധ്യാൻ രക്തി ഹേ. ബഹ് തോ മായി ഹേ, അവിടെ അമ്മയുണ്ട്. ന സബ്കോ ധ്യാൻ രക്തി ഹേ, എല്ലാവരെയും ശ്രദ്ധിക്കുന്ന അമ്മ, അതായത് ഗംഗാമാതാവ് ഉണ്ട് എന്ന്. ഹമേം ഭീ പാലെങ്കിൽ അവർ നമ്മളെയും പാലന സംരക്ഷിക്കും. കോയി ചിന്ത നഹിയും, ചിന്തിക്കേണ്ട കാര്യം ഇല്ല. അവിടെ ഗംഗാമാതാവുണ്ട്, എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുകയും എല്ലാവരെയും പാലന സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ടൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. നോക്കിയേ, മനസ്സോച്ച് രഹാദ, മനസ്സ് വീണ്ടും ചിന്തയിലേക്ക് പോയി. ക്യാ വാഗായി ചിന്ത നഹിയും ഇസെ ഉമ്രമേം വഹ അകേലാപ്പൻ കോയി ചിന്ത നഹിയും.
ഈ ഉമ്ര ഈ പ്രായത്തിലും അല്ലേ ഈ ഒറ്റയ്ക്ക് അകേലാപ്പെന്ന് വെച്ചാൽ ആ ഒരു ഏകാന്തത അയാൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? കോയി ചിന്ത നഹി, അതിനെക്കുറിച്ച് ആർക്കും ചിന്തിക്കാനേ കഴിഞ്ഞില്ല. നോക്കി ട്രെയിൻ സുബഹെ 5 ബജെ, രാവിലെ ട്രെയിൻ 5 മണിക്ക് ബനാറസ് സ്റ്റേഷനിലേക്ക് പഹുഞ്ച് ഹേ എത്തി. അതുകൊണ്ട് 4:30 4:30 ബജെ മണിയായപ്പോഴേക്കും സഫിക്കോ ചഹൽ പഹൽ ശുരു ഹോ ഗയി. എല്ലാവരും എന്ത് ചെയ്തു? തിക്കും തിരക്ക് അവരുടെ ബഹളം ആരംഭിച്ചു ഇറങ്ങാനുള്ളത്. അപ്പനെ സാമാൻ കി ഹംനെ ഫി സഹജ്, ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു? സഹജന ഒന്നിച്ചു. ശുരു കർദിയ, അതായത് അവനവൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നതെല്ലാം എടുക്കാൻ ആരംഭിച്ചു. ഇറങ്ങാൻ വേണ്ടി സ്റ്റേഷൻ എടുക്കുന്നു. ഭയ്യാജി കാം ഖ്യാൽ, ഭയ്യാജിയുടെ ഖ്യാൽ എന്ന് വെച്ചാൽ ചിന്ത. ആത്തെ ഹി മൻ അറേ കൈസല ഹോ റഹാ ഥ, ആ ഭയ്യാജിയുടെ വിചാരം വന്നപ്പോഴേക്കും മനസ്സിലെ ഒരു വല്ലാത്ത വേദന ഉണ്ടായി. അപ്പന ചോട്ടാ ബാഗ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ ബാഗ് ഉടാഹി എടുത്തു. പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ചെറിയൊരു ബാഗായിരുന്നു, അതെടുത്തുകൊണ്ട് കി തഫി ജാൻവി കി ആത്മവിശ്വാസം തന്നെയാണ് ഭരി നിറഞ്ഞ ആവാസെ ഹമാരെ കാനോമേം പടി ബാബ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ബാഗ് എടുത്തു അല്ലേ. അത് ഞങ്ങളെല്ലാവരും കണ്ടു. പെട്ടെന്ന് ജാൻവിയുടെ ആത്മവിശ്വാസം നിറഞ്ഞൊരു ശബ്ദം ഞങ്ങളുടെ ചെവിയിലേക്ക് അല്ലെ കാതുകളിലേക്ക് വന്നു വീണു. ആ കുട്ടി പറയണം, ബാബ ആപ് മായിക്ക് പാസെത്തോ ജാവുകോ, നിങ്ങൾ മായിയുടെ അതായത് ഗംഗാ മാതാവിൻ്റെ അരികിലേക്ക് പോവുക. ഡൂബിനെന്ന് വെച്ചാൽ മുങ്ങുക എന്നാണ് കേട്ടോ. ലഗാവോ, അവിടെ ചെന്ന് ഗംഗാ മാതാവിൻ്റെ അരികിലേക്ക് ചെല്ലുക, മുങ്ങി കുളിച്ചേ വരിക. മഗർ എന്നാൽ വഹാം രഹേഗെ നഹീം, പക്ഷേ ഇവിടെ താമസിക്കേണ്ട കാര്യം ഇല്ല. അവൾ പറഞ്ഞു, ഗംഗാമാതാവിൻ്റെ അരികിലേക്ക് ചെല്ലുക, മുങ്ങിക്കുളിക്കുക, പക്ഷേ അവിടെ താമസിക്കേണ്ട കാര്യം ഇല്ല. ഭയ്യാജി ഓർ ഹം സബ് ഹൈറാനി അതിശയം സേ ജാൻവി കോ ദേഖനെ ലഗെ. അത് കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിശയത്തോടെ ജാൻവിയെ നോക്കി. അവൾ പറയാണ്, ഐസാ ക്യാ ദേഖ് രഹേ ഹേ ആപ് മേരെ സാത്ത് മേരെ ഘർ ചലെ രഹേ. ഐസാ ക്യാ ദേഖ് രഹേ ഹായ്, എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ആപ് മേരെ, താങ്കൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരൂ. ഇസെ ബേട്ടിക്കോ പിതാ കി സരൂരത്ത് ഹേ, ഈ മകൾക്കൊരു പിതാവിൻ്റെ ആവശ്യകത ഉണ്ട്. ബച്പൻ സെ അനാഥ് ആശ്രമേം പരീഹേ, ബച്പൻ കുട്ടിക്കാലത്ത് അനാഥയായിരുന്നു, ആശ്രമത്തിലാണ് പരീഹെ വളരുകയും ചെയ്തത്. അകേലെ പൻ കാ ദർദ് ജാന്തിഹും, ആ ഒറ്റയ്ക്കുള്ള ഏകാന്തത, ആ വേദന എനിക്ക് അറിയാം. ആ ഏകാന്തത അല്ലേ, അതെനിക്കറിയാം എന്ന് ജാൻവി പറയുന്നു. ബഡി മേഹനത്ത് സേ, വളരെയധികം മേഹനത്തെ അധ്വാനിച്ച്, ആജ് കുതുക്കോ ഉസേ കാബിൽ ബന ഗയി ഹോം കി ആപ്പിനെ പൈരോംബർ ഖടാ ഹോങ്ക. അപ്പനെ പൈരോംബർ ഖടാ ഹോന, സ്വന്തം കാലിൽ നിൽക്കുക. അതായത് ഇന്ന് ഞാൻ ഒരുപാട് എന്ത് ചെയ്തു? ഒരുപാട് പരിശ്രമിച്ച് അധ്വാനിച്ച് അല്ലേ സമ്പാദിച്ചു. ഇന്നെനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ട്. ഈശ്വരൻ്റെ ദയ കൊണ്ട്, ദയാസേ ഇത്തന കമാന സമ്പാദിക്കുക കേട്ടോ. കമാ ലേത്തി ഹുംകിയും അപ്പനെ ഇത്തന കമാന ലേത്തി എന്ന് വെച്ചാൽ ഇത്രയധികം സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞു. കാരണം അപ്പനെ ബാബാക്കി, എൻ്റെ ബാബായും ദേഖ് ഫാൽ കർസകും, ഈശ്വരൻ്റെ ദയ കൊണ്ട് ഇത്രയും സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതായത് എൻ്റെ അച്ഛനെയും നോക്കാൻ, എൻ്റെ ബാപ്പെന്ന് വെച്ചാൽ ഈ കിട്ടി ഈ മനുഷ്യനെ പറയാണ് കേട്ടോ, ബാപ്പിനെയും നോക്കാൻ എനിക്ക് സമ്പാദിക്കാൻ അതിനുള്ള ശേഷി എനിക്ക് കിട്ടി. എന്നാൽ ബിഡിയ മകളെ എന്ന് ബുജുർഗ് പറഞ്ഞു. ബേക്കിൻ ഓറെ കുച്ച് നഹി, ബേക്കിൻ ഒന്നുമില്ല. ആപ്കാ സാമാൻ യഹാം ദീജിയെ, താങ്കളുടെ സാധനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങി തരിക, ചെറിയ ഭാഗമേ ഉള്ളൂ, അതിങ്ങി തരിക എന്ന് പറഞ്ഞു. ഭയ്യാജിക്ക് ആങ്കോം ഫർഗി, ഭയ്യാജിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹാത്ത് ജോഡത്തെ ഹുയെ, കൈകൾ കൂപ്പിക്കൊണ്ട്. ജാൻവിക്ക് പൈറോമേൻ ചുക്കിനേക്കോ ഹുയെ തോ ജാൻവിനെ ഉൻകെ ദോനം ഹാത്തെ ദാം ദിയ. എന്നൊക്കെ ആ മനുഷ്യൻ എന്താ ചെയ്തേ? 2 കൈകളും കോപ്പിക്കൊണ്ട് ജാൻവിയുടെ കാലിലേക്ക് തൊട്ട് നമസ്കരിക്കാൻ അല്ലേ വേണ്ടി തുടങ്ങി. പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു? അവളുടെ കൈകൾ ഉയർത്തി അയാളെ തടയുകയും ചെയ്തു. കൊച്ചുകുട്ടിയാണ്. ആ കുട്ടിയുടെ കാലിലേക്ക് വൃദ്ധന് ചെന്ന് എന്ന് വെച്ചാൽ തൊടുക എന്നത് അത് നമ്മളെ അനുവദിച്ചു കൊടുക്കലേ. അതുകൊണ്ട് അതാണ് ആ കുട്ടി ചെയ്തത്. പെട്ടെന്ന് അവളത് തടഞ്ഞു. എന്നിട്ട് ബേഹാത്തി കൈകളെ മേരെ സർ എന്ന് വെച്ചാൽ സിർത്തല പർരഘോ വെക്കുക ബാബ മുച്ചേ ആശീർവാദ് കി സരൂരത്ത് ഹേ, ഈ കൈകൾ എൻ്റെ തലയിലേക്ക് വെക്കുക ബാബ, എനിക്ക് ആശീർവാദത്തിൻ്റെ ആവശ്യകത ഉണ്ട്.
മെയ് മൻ ഹി മൻ ശർമിത ഥി. പെട്ടെന്ന് എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ശർമിത ലജ്ജ ലേഖിക്ക് തോന്നി. താക്കി ജാൻവി കെ ബാരെ മേം ജാനെ ക്യാ ക്യാ സോച്ച് ബൈठी थी. ആ ജാൻവിയെക്കുറിച്ച് കെ ബാരെ മേ കുറിച്ച് ജാനെ ക്യാ ക്യാ എന്തെല്ലാമാണ് ചിന്തിച്ചു കൂട്ടിയത് അല്ലേ. അവരെ വഹ് ക്യാ നികലി ഹേ എന്തെല്ലാം വാക്കുകളാണ് ഞാൻ പറയുകയും ചെയ്തത്. അവളെക്കുറിച്ച് എന്തൊക്കെയോ മോശമായി എനിക്ക് തോന്നി, അതൊക്കെ ഞാൻ സംസാരിച്ചു. അത് തെറ്റായിപ്പോയി എന്ന് ലേഖികയ്ക്ക് സ്വയം തോന്നി. ഖുദ് എന്ന് വെച്ചാൽ സ്വയം എന്നൊക്കെ ഖുദ് കോം അരെ ഖുദ് എന്ന് വെച്ചാൽ സ്വയം ഖോ ഭൗന ഭവന വെച്ചാൽ കുള്ളൻ ചെറുതായി മഹസൂസ് തോന്നുക കറഹിതി ആ ഉസ്കെ ആകെ അവളുടെ ആകെ എന്ന് വെച്ചാൽ മുന്നിൽ അവളുടെ മുന്നിൽ ഞാൻ വളരെ ചെറുതായി പോയതുപോലെ എനിക്ക് തോന്നി. അതായത് ജാൻവി എന്ന കുട്ടിയുടെ ആ യുവതിയുടെ അരികിലെ വളരെ ചെറുതായി പോയതുപോലെ ലേഖികയ്ക്ക് തോന്നി. ദുസരി ഓറെ കുശ് ഥാ അരെ കുശ് എന്ന് വെച്ചാൽ സന്തോഷം. ദുസരി ഓറെ കുശ് ഫി തീക്കിയും ഉസ്കെ ബാരെ മേ അവളെ പറ്റി കേട്ടോ മേരെ സാരെ ദാബെ ഛൂട്ടെ സാബിദ് ഹുയെ. സാബിദ് ഹുവന തെളിക്കുക എന്ന വാക്കാണ്. മറുവശത്തെ എനിക്ക് സന്തോഷം ഉണ്ടായി. അതായത് കാരണം അവളെക്കുറിച്ചുള്ള എല്ലാ അവകാശവാദങ്ങളും തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നി അല്ലേ. അതൊരു സന്തോഷമാണ് തോന്നിയത്. കാരണം അവളെക്കുറിച്ച് ഇത്രയും നേരം എനിക്കുണ്ടായ ആ തെറ്റായ ധാരണകൾ അല്ലേ, ആ അവകാശവാദങ്ങളെല്ലാം തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നി. അങ്ങനെ വളരെ മനോഹരമായി ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററായിരുന്നു നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ തരും കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. ചാനൽ ആദ്യമായി കാണുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.